പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എസ്റ്റിമേറ്റ്സ് ഓഫ് റെസിപ്റ്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ബജറ്റുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, ജനറൽ ഗൈഡ് ലൈൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. ദ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദ ബജറ്റ് ഡിവിഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ. ബജറ്റിന് മുമ്പുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബഡ്ജറ്റ് ഡിവിഷനിൽ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ സബ്മിറ്റ് ചെയ്യണം. വിച്ച് ബിഗിൻ അറൌണ്ട് മിഡ് ഒക്ടോബറിലാണ് ഇത് നടക്കാറുള്ളത്. ആർ ചെയർഡ് ബൈ ദ സെക്രട്ടറി ഓഫ് എക്സ്പെൻഡിച്ചർ ടു ഫൈനലൈസ് ബഡ്ജറ്ററി സീലിംഗ് ഫോർ ഈച്ച് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. എന്തിനു വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്? ഓരോ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റിനുള്ള സീലിംഗ്, ഇത്ര ഫണ്ടാണ് ഇന്ന മിനിസ്ട്രിക്കുള്ളത് എന്ന് പറയാനുള്ളത്. വൈ ഫോർമുലേറ്റിംഗ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്, മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് റിവ്യൂ എക്സിസ്റ്റിംഗ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ടു പ്രിയോറിറ്റൈസ് കീ ആക്ടിവിറ്റീസ് ആൻഡ് സ്കീംസ്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാര്യമായിട്ട് നോക്കുന്ന നിലനിൽക്കുന്ന എക്സ്പെൻഡിച്ചർ, ബജറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ നടത്തും, അതിന്റെ പ്രിയോറിറ്റീസും മറ്റു കാര്യങ്ങളും. ഐഡന്റിഫൈ സ്കീം ടു ബി എലിമിനേറ്റഡ്, ഏത് സ്കീമാണ് എലിമിനേറ്റ് ചെയ്തത്, ഏതാണ് റെഡ്യൂസ് ചെയ്തത്, ഏതാണ് മേർജ് ചെയ്തത് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. അതേപോലെ തന്നെ എൻഷുർ എസ്റ്റിമേറ്റ് അലൈൻ വിത്ത് ദ MTF മീഡിയം ടേം എക്സ്പെൻഡിച്ചർ ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മീഡിയം ടേമിലുള്ള എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട അതിന്റെ എസ്റ്റിമേറ്റ് എൻഷുർ ചെയ്യുക. എക്സ്ക്ലൂഡ് ഡിസ്കണ്ടിന്യൂഡ് സ്കീം ഫ്രം റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. പുതിയ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കഴിഞ്ഞതിലുണ്ടാവും, പക്ഷെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ അവോയ്ഡ് ഇൻക്ലൂഡിങ് നോൺ കണ്ടിന്യൂ സ്കീം, പുതുതായി കണ്ടിന്യൂ ചെയ്യാത്ത സ്കീമുകൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇൻ ദ ബജറ്റ് എസ്റ്റിമേറ്റ് ഫോർ ദ അപ്കമിംഗ് ഇയർ. Budget scrutiny and approval. No budget provision should be made without pre-budget scrutiny appraisal of a project or scheme. ഒരു ബജറ്റിൽ അതിൽ ചെലവിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രീ ബഡ്ജറ്റ് സ്ക്രൂട്ടിനിയിലോ അതിൽ വരാത്ത, അതിന്റെ ഡിസ്കഷനിൽ വരാത്തത് അതിൽ ഉൾക്കൊള്ളിക്കില്ല. ഇഫ് എനി പ്രൊവിഷൻ ഈസ് മെയ്ഡ് വിത്തൗട്ട് പ്രോപ്പർ സ്ക്രൂട്ടിനി ഇല്ലാതെ ഏതെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഇറ്റ് മസ്റ്റ് ബി റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ് ബിഫോർ ദ ഫിനാൻഷ്യൽ ഇയറിന് മുമ്പ് എന്ത് ചെയ്യണം? അപ്രൂവൽ വാങ്ങിയിരിക്കണം. ഓക്കെ, റിവ്യൂ ചെയ്ത് ദ ബജറ്റ് ഈസ് പാസ്ഡ് ബൈ പാർലമെന്റ്. ഫാക്ടേഴ്സ് ടു കൺസിഡറിംഗ് ഫ്രെയിമിംഗ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ് ഫ്രെയിം ചെയ്യുന്ന മുമ്പ് നമ്മൾ നോക്കേണ്ട ഫാക്ടേഴ്സുകൾ. ഒന്ന്, മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് കൺസിഡർ പാസ്റ്റ് പെർഫോമൻസ്. ഏതെങ്കിലും ഒരു പ്രൊജക്ടിന് അതിന്റെ പാസ്റ്റ് പെർഫോമൻസ് തന്നെ. സ്റ്റേജസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീം, ഏതെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത സ്കീമിന്റെ സ്റ്റേജ് എത്ര വരെ എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഓഫ് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി എന്ത്? ഒരു സ്കീമിന് ഫണ്ട് കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സ്പെൻഡിങ് കൺസ്ട്രെയിന്റ് ഫേസ്ഡ് ബൈ ഏജൻസി, ഏതെങ്കിലും ഏജൻസി സ്പെൻഡിങ് കൺസ്ട്രെയിന്റ് ഫേസ് ചെയ്തിട്ടുണ്ടോ. അൺയൂട്ടിലൈസ്ഡ് ഗവൺമെന്റ് അസിസ്റ്റൻസ് വിത്ത് റെസിപ്പിയന്റ് ടു മിനിമൈസ് സറണ്ടേഴ്സ് ഓഫ് ഫണ്ട് ലേറ്റർ. അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കണം എസ്റ്റിമേറ്റ് ഫ്രെയിം ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാ നോക്കണം? പാസ്റ്റ് പെർഫോമൻസ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയുടെ കപ്പാസിറ്റി, എന്തെങ്കിലും കൺസ്ട്രെയിന്റ് ഉണ്ടായിട്ടുണ്ടോ, അൺയൂട്ടിലൈസ്ഡ് ഗവൺമെന്റ് അസിസ്റ്റൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കണം. പാർലമെന്ററി ഓവർസൈറ്റ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ്. പാർലമെന്ററിന്റെ ഒരു ഓവർസൈറ്റ് ഉണ്ടായിരിക്കും ഫണ്ട് മാനേജ്മെന്റിന്. അതിൽ ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിക്വയർസ് എൻ എക്സ്പ്ലനേഷൻ ഫോർ എനി സേവിങ്സ് ഓഫ് 100 crore മോർ ഇൻ ഗ്രാൻഡിൽ ഏതെങ്കിലും ഒരു സേവിങ്സിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിക്വയർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്. അതർ പാർലമെന്ററി കമ്മിറ്റി അവർ റൈസ്ഡ് കൺസേൺ ഓവർ ലാർജ് അൺസ്പെൻഡ് സേവിങ്സ് ഇൻ ഗ്രാൻഡ്. ഈ സേവിങ്സ് എന്ന് പറഞ്ഞാൽ മുൻപ് നൽകിയിട്ടുള്ളത് അതിലെന്തെങ്കിലും അൺസ്പെൻഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ ലാർജ് അൺസ്പെൻഡ് സേവിങ്സിന് മറ്റു പാർലമെന്ററി കമ്മിറ്റിയും റൈസ് ചെയ്താൽ അതിന് മറുപടി കൊടുക്കേണ്ടത്. ദ ബഡ്ജറ്റ് ഡിവിഷൻ ആസ് ഇൻസ്ട്രക്റ്റഡ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ടു അസസ് ഫണ്ട് റിക്വയർമെന്റ് അക്യുറേറ്റ്ലി ടു പ്രിവെന്റ് അൺനെസസറി സറണ്ടേഴ്സ്. അൺനെസസറി ആയിട്ട് സറണ്ടേഴ്സ് പറഞ്ഞാൽ മുൻപ് ചെലവായി കൊടുത്തിട്ട് അത് ചെലവഴിക്കാതിരിക്കുമ്പോൾ സറണ്ടർ ചെയ്യുക. അപ്പൊ അൺനെസസറി സറണ്ടേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബജറ്റ് ഡിവിഷൻ ആസ് ഇൻസ്ട്രക്റ്റഡ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ഓരോ മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് ഫണ്ട് കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഓക്കെ. Vacant post and budget provision. No budget provision should be made for post lying vacant for over a year. Even for other vacancy provision should be done cautiously to avoid excess savings due to unfilled post. ഏതെങ്കിലും no budget provision should be made for post lying vacant for over a year. ഒരു over ഇയറിൽ വേക്കന്റ് ആയിക്കൊണ്ട് ഒരു ബജറ്റ് പ്രൊവിഷൻ കൊടുക്കാൻ പാടില്ല. ഇൻഫർമേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനുള്ള
ഇൻഫർമേഷനുകൾ. ഒന്ന്, സബ്മിഷൻ ഓഫ് ബഡ്ജറ്റ് പ്രപ്പോസൽ. മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് സബ്മിറ്റ് ദെയർ പ്രൊവിഷണൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ പ്രൊവിഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം ഓരോ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ടു ദ ബഡ്ജറ്റ് ഡിവിഷൻ. ബഡ്ജറ്റ് ഡിവിഷനിലേക്ക് അത് കൊടുക്കണം. ഹാർഡ് കോപ്പി ഷുഡ് ബി പ്രോപ്പർലി ഫോർമാറ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് സെക്ഷൻ. ഹാർഡ് കോപ്പി ആയിട്ട് കൊടുക്കുമ്പോൾ അതെന്തെങ്കിലും പ്രോപ്പർലി ഫോർമാറ്റ് ആയിരിക്കണം, റെസ്പെക്റ്റീവ് സെക്ഷനിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. സ്കീം ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു മാക്സിമം ഓഫ് 3 ലെവൽ. 3 രീതിയിലാണ് സ്കീമുകൾ. ഒന്ന്, അംബ്രല്ല സ്കീം. അംബ്രല്ല സ്കീം പറഞ്ഞാൽ ചെറിയ ചെറിയ സ്കീമുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിന് അംബ്രല്ല സ്കീം. പിന്നെ സ്കീമുകൾ, സബ് സ്കീം. ആൾ സ്കീം ഷുഡ് ബി ക്ലാസിഫൈഡ് എയ്തർ സെൻട്രലി സ്പോൺസേഡ് സ്കീം ഓർ സെൻട്രൽ സെക്ടർ സ്കീം. എല്ലാ സ്കീമുകളും എന്ത് ചെയ്യണം? സെൻട്രലി സ്പോൺസേഡ് സ്കീം അല്ലെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീമായിട്ട്. സെൻട്രലി സ്പോൺസേഡ് പറഞ്ഞാൽ സെൻട്രൽ സ്പോൺസർ ചെയ്യുന്ന സ്കീം ഉണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ സെക്ടർ ഡയറക്റ്റ് എടുത്തുന്ന സ്കീമാണ്. ഇൻക്ലൂഡിംഗ് പ്രൊവിഷൻ ഫോർ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് സിക്കിം. If the scheme is externally aided project component is or is funded through public account, it must separately detailed under. ഏതെങ്കിലും ഒരു സ്കീം എക്സ്റ്റേണലി എയ്ഡഡ് പ്രൊജക്ട് ഉണ്ട്, എക്സ്റ്റേണലിന് സഹായം കിട്ടിയിട്ടുള്ള പ്രൊജക്ട് ഉണ്ട് കോമ്പണന്റ്, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് ചെയ്ത സ്കീം ഉണ്ടാവും സെസ്സിലൂടെ, അത് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം. ഗ്രോസ് ബഡ്ജറ്ററി സപ്പോർട്ട്, EAP കോമ്പണന്റ്, എമൗണ്ട് മെറ്റ് ഫ്രം സ്പെസിഫൈഡ് ഫണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. The central government expenditure is divided into 6 broad category. ഒന്ന്, central expenditure, establishment expenditure of the center. സെന്ററിന് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, സെൻട്രൽ സെക്ടർ സ്കീമുകൾ ഉണ്ടാവും, സെൻട്രൽ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും. ഓക്കെ, ഓട്ടോണമസ് ബോഡികൾക്കൊക്കെ ഉള്ള സെൻട്രൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെ 3 തരം സെൻട്രൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. സെൻട്രലി സ്പോൺസേഡ് സ്കീം, അതർ ട്രാൻസ്ഫർ. സെൻട്രലി സ്പോൺസർ ചെയ്യുന്ന സ്കീം ഉണ്ടാവും. ഫിനാൻസ് കമ്മീഷന്റെ ട്രാൻസ്ഫർ. ഫിനാൻസ് കമ്മീഷന്റെ ട്രാൻസ്ഫർ സ്റ്റേറ്റിലേക്ക് കൊടുക്കാനുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ടാവും. ഫിനാൻസ് കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഓരോ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്ന, സ്റ്റേറ്റിൽ നിന്ന് പിരിക്കുന്ന ടാക്സുകളൊക്കെ ഉണ്ടാവും. ആ ടാക്സിന്റെ വീതം പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ. അതാണ് ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ്. അതർ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്, സ്റ്റേറ്റിലുള്ള അതർ ട്രാൻസ്ഫർ. If an existing scheme has component that fall under multiple category, it should be broken down and reclassified appropriately. Multiple categoryയിൽ ഏതെങ്കിലും സ്കീം വരുന്നുണ്ടെങ്കിൽ അതിനെ റീക്ലാസിഫൈഡ് ചെയ്യണം. For example, if a scheme include both central sector scheme and grants to an autonomous body, the component must be categorized separately. Component എന്ത് ചെയ്യണം? കാറ്റഗറൈസ് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ കോമ്പണന്റ് കാറ്റഗറൈസ് ചെയ്യണം. ഫാക്ടേഴ്സ് കൺസിഡർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടറുകൾ: എൻഷുർ അലോക്കേഷൻ ഫോർ കമ്മിറ്റഡ് ആൻഡ് കണ്ടിന്യൂ എക്സ്പെൻഡിച്ചർ ബിഫോർ ഇൻക്ലൂഡിംഗ് ന്യൂ സ്കീം. പുതിയ സ്കീം ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന സ്കീം അതിന്റെ കമ്മിറ്റഡ് കണ്ടിന്യൂ എക്സ്പെൻഡിച്ചറുകൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, കൺസിഡർ ലേറ്റസ്റ്റ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്തെന്ന് കൺസിഡർ. കറന്റ് ആൻഡ് പ്രൊസീഡിംഗ് ഇയർ, പ്രീവിയസ് ഇയർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തെന്ന്. പ്ലാൻഡ് ആൻഡ് റീ അപ്രോപ്രിയേഷൻ ഓർ സാങ്ഷൻ ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അടുത്ത ഇതിൽ കൊടുക്കാമെന്ന് വിചാരിക്കുക, അതെന്ത് എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഉണ്ട്, അതിന്റെ ലേറ്റസ്റ്റ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, പ്രീവിയസ് ഇയർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് വേണം, പ്ലാൻഡ് റീ അപ്രോപ്രിയേഷൻ ഓർ സാങ്ഷൻസ്, പെൻഡിങ് അരിയർ ഉണ്ടാവും. ദാറ്റ് റീസൺ ഓഫ് എക്സ്ക്ലൂഡിംഗ് എനി ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തത് ഏതാണ്? അഡ്വാൻസ് ഫ്രം കണ്ടിജൻസി ഫണ്ട്. കണ്ടിജൻസി ഫണ്ടിന് അഡ്വാൻസ് കൊടുത്തത്. കണ്ടിജൻസി ഫണ്ട് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിന് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. ഓക്കെ, അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ്, ഐറ്റം എക്സ്പെൻഡിച്ചർ ലിങ്ക്ഡ് ടു റെസിപ്റ്റ്, ബഡ്ജറ്റ് പ്രൊവിഷൻ ഫോർ വേക്കന്റ് പോസ്റ്റിനുള്ള ബഡ്ജറ്റ് പ്രൊവിഷൻ, കമ്മിറ്റഡ് ലയബിലിറ്റി. നമ്മൾ കമ്മിറ്റ് ചെയ്ത ലയബിലിറ്റീസ് ഉണ്ടാവും, പെൻഡിങ് അരിയേഴ്സ് ദാറ്റ് ലാക്ക് ബഡ്ജറ്ററി പ്രൊവിഷൻ, അൺസ്പെൻഡ് ബാലൻസ് വിത്ത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയുടെ അൺസ്പെൻഡ് ബാലൻസ് മാർച്ച് 31, ജൂൺ 30 ആൻഡ് സെപ്റ്റംബർ 30, ഈ 3 കാലമാണ്. സ്റ്റേറ്റ് വൈസ് ആൻഡ് സ്കീം വൈസ് ഡീറ്റെയിൽ ഓഫ് അൺസ്പെൻഡ് ബാലൻസ്. മുൻപ് സ്പെൻഡ് ചെയ്തതിൽ അൺസ്പെൻഡ് ബാലൻസ് ഉണ്ടാവും, സ്റ്റേറ്റ് വൈസ് ഉണ്ടാവും, സ്കീം വൈസും. പെൻഡിങ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്സ്, സ്പെൻഡിങ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അതിന്റെ കൂടെ വെക്കണം. സ്കീം വൈസ് എക്സ്പ്ലനേഷൻ ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ്ഡ് എസ്റ്റിമേറ്റും തമ്മിലുള്ള സ്കീം വൈസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. മെഷർ ടു ഇൻക്രീസ് യൂസർ ചാർജ്. യൂസർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള മെഷർമെന്റ്. കംപ്ലൈസ് വിത്ത് ദ ന്യൂ CPSU ഡിവിഡൻഡ് പോളിസി. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സെൻട്രലി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിന്റെ ഡിവിഡൻഡ് പോളിസിന്റെ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് ഇയേഴ്സ്. അസംഷൻ റിഗാർഡിംഗ് സബ്സിഡി, സബ്സിഡിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അസംഷൻ. ഡീറ്റെയിൽ മേജർ അംബ്രല്ല സ്കീം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ഓട്ടോണമസ് ബോഡി കവേർഡ് അണ്ടർ PSA.
പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ്. ആദ്യം ഫൈനലൈസേഷൻ പ്രൊവിഷണൽ എസ്റ്റിമേറ്റ്, ഫൈനലൈസേഷൻ പ്രിപ്പറേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിന്റെ പ്രിപ്പറേഷൻ, ഡിസ്കഷൻ ഓൺ ഫണ്ട് റിക്വയർമെന്റ്, ഓരോ മിനിസ്ട്രിക്കുള്ള ഫണ്ട് റിക്വയർമെന്റ് ഡിസ്കസ് ചെയ്യണം, റിവ്യൂ ഓഫ് ഓട്ടോണമസ് ബോഡീസ് ആൻഡ് കോർപ്പസ് ഫണ്ട്, ഓട്ടോണമസ് ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡി ആയിട്ട് റിവ്യൂ നടത്തണം, അവർക്കുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളും, മോഡിഫിക്കേഷൻ ഫൈനലൈസേഷൻ ഓഫ് എസ്റ്റിമേറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയാണ് ഫണ്ട് വരാനുള്ളത്, അതിനനുസരിച്ചാണ് നമ്മൾ ചെലവഴിക്കുക. അതിന്റെ മോഡിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താണ്ടെങ്കിൽ എന്നിട്ട് ഫൈനലൈസേഷൻ ഓഫ് എസ്റ്റിമേറ്റ്, അപ്രൂവൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊവിഷണൽ സീലിംഗ്, അങ്ങനെ അപ്രൂവൽ കൊടുത്ത് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊവിഷണൽ സീലിംഗ്. ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.